ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. പലപ്പോഴായിട്ട് ചെയ്യണം എന്ന് കരുതിയ ഒരു ടോപ്പിക്കാണ് എന്തുകൊണ്ടാണ് ഇൻസ്പയർഡ് പെർഫ്യൂംസിന് സാധാരണ വലിയ ഡിസൈനർ അല്ലെങ്കിൽ നീഷ് പെർഫ്യൂംസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് വളരെയധികം കുറഞ്ഞു വരുന്നത് എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇൻസ്പയർഡ് പെർഫ്യൂംസിന് ഇത്ര വില കുറവും, ബ്ലൂ ഡിഷനയിലും മറ്റുള്ളതും YSL ഇതൊക്കെ ഇത്രയും പ്രൈസ് കൂടുതലും എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ളത്. അപ്പൊ ഞാൻ പലപ്പോഴായിട്ട് ഇങ്ങനെ ചോദിക്കുന്നവരോട് റിപ്ലൈ കൊടുക്കാറുണ്ട്. അതിന്റെ ഇൻഗ്രീഡിയൻസിലുള്ള മാറ്റങ്ങൾ, മാർക്കറ്റിംഗ്, മറ്റത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും ഒരു വീഡിയോയിൽ ചെയ്തിട്ട് പറയാം എന്ന് പറയാറാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറയാം. 100% എല്ലാ ടോപ്പ് പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. സോ ഫസ്റ്റ് തിങ്, ഒരു ഫ്രാഗ്രൻസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ? ഒന്നെങ്കിൽ നീഷ് ബ്രാൻഡുകളാണ്, അല്ലെങ്കിൽ ഡിസൈനർ ബ്രാൻഡുകളാണ്. ഇപ്പോ ബ്ലൂ ഡി ഷനൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒരു സീറോയിൽ നിന്നാണ് ബ്ലൂ ഡി ഷനൈൽ വരുന്നത്. അപ്പൊ ഈ ബ്ലൂ ഡി ഷനൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മുന്നേ ഷനൈൽ കമ്പനി ആദ്യം ഒരു മാർക്കറ്റ് റിസർച്ച് നടത്തും ഒരു ഫ്രാഗ്രൻസിന്. എന്നിട്ട് ഒരു പെർഫ്യൂമറോട് പറയും, അവര് ചിലപ്പോൾ ഒന്നിലധികം പെർഫ്യൂമേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ഒരു പെർഫ്യൂമറാണ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അതിന് മുന്നേ അവർക്ക് ഒരു മാർക്കറ്റ് സ്റ്റഡി ഉണ്ടാവും. ഈ മാർക്കറ്റ് സ്റ്റഡിയിലാണ് അവർ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു പെർഫ്യൂമിനോട് സ്കോപ്പ് ഉണ്ട് എന്നുള്ളത്. അല്ല വെറുതെ ബ്ലൈൻഡ് ആയിട്ട് ഒരു പെർഫ്യൂം ഒരിക്കലും ഒരു വലിയൊരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യൂല. ആ മാർക്കറ്റ് സ്റ്റഡിക്ക് തന്നെ അവർക്ക് അത്യാവശ്യം ഒരു കോസ്റ്റ് ഉണ്ടാവും. ഈ പെർഫ്യൂമർക്ക് അതിന്റെ കോസ്റ്റ് കൊടുക്കണം. ഇത് കഴിഞ്ഞിട്ട് പെർഫ്യൂമർ ഈ സാധനം ഡെവലപ്പ് ചെയ്തു. ഇനി അടുത്തത് ഇവരെന്താ കരുതുക? ഒരു യുണീക്നെസ് വേണം. ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു ബോട്ടിൽ, ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ബോട്ടിൽ വേണം. അപ്പോൾ അത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ അതിന് ചിലപ്പോൾ അവർക്ക് നേരത്തെയുള്ള വെൻഡേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ പുതിയ വെൻഡേഴ്സിനെ കാണേണ്ട വരും. പുതിയ രൂപത്തിലൊരു ബോട്ടിൽ ഡിസൈൻ ചെയ്തെടുക്കണം. ആ ഡിസൈൻ ചെയ്ത ബോട്ടിലിന് അതിനുള്ള ഒരു ഷേപ്പ് കൊടുക്കണം. അങ്ങനെ ഒരു ബോട്ടിൽ നിർമ്മിച്ചു കൊണ്ടുവരണം. അതിനുള്ള ബോക്സും കാര്യങ്ങളും മറ്റുള്ളതെല്ലാം ആക്കി കൊണ്ടുവരണം. എന്നിട്ടാണ് ഫ്രാഗ്രൻസ് ആക്കിയിട്ട് ഇതിനെ വീണ്ടും മാർക്കറ്റ് ചെയ്യണം. ഇപ്പൊ ഡിയോർ സവാഷിന്റെ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ ഓർമ്മ ഉണ്ടാവും പലർക്കും. നമ്മളെ ജോണി ഡെപ്പ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അതേപോലെ നല്ല പേയ്മെന്റ് കൊടുത്തിട്ട് സെലിബ്രിറ്റീസിനെ കൊണ്ടുവരണം. എന്നിട്ട് അവർക്ക് പേയ്മെന്റ് കൊടുക്കണം. ഇതെല്ലാം ചെയ്തിട്ടാണ് ഒരു വലിയൊരു ബ്രാൻഡ്, ഒരു വലിയൊരു സാധനം മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരെ മാർക്കറ്റ് എന്ന് പറഞ്ഞാല് അവർക്ക് വേൾഡ് വൈഡ് ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ് അവരിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഒരിക്കലും ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോ അല്ലെങ്കിൽ ഒരു ഏരിയക്കോ വേണ്ടിയിട്ട് ആയിരിക്കില്ല. ഇതൊക്കെ ചെയ്തിട്ട് ഇത്രയും കോസ്റ്റ് ബെയർ ചെയ്ത് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇതിന്റെ ചില മോസ്റ്റ് ഓഫ് ദി ഇൻഗ്രീഡിയൻസ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് ഒരു പ്രൊഡക്റ്റ് ഇറക്കി. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവും ഈ ലത്താഫ, അർമാഫ്, പിന്നെ ബാക്കിയെല്ലാം താഴെ നിൽക്കുന്ന എല്ലാ ആൾക്കാരും ഇത് നോക്കുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കുന്നു സിന്തറ്റിക് ആയിട്ട് ഇത് നിർമ്മിച്ചു കൊടുക്കുന്ന പെർഫ്യൂമറീസ് വേറെ തന്നെ ഉണ്ട്. അവരെ കോണ്ടാക്ട് ചെയ്യുന്നു. അത് സിമിലർ ആയിട്ടുള്ള ഒരു സാധനം അവർ ഡെവലപ്പ് ചെയ്തിട്ട് ഒരു ഓയിൽ ഇങ്ങോട്ട് അയച്ചു കൊടുക്കും. അതിനെ പിന്നീട് പെർഫ്യൂം ആക്കിയിട്ട് എടുക്കും. ഈ പെർഫ്യൂം ആക്കി എടുക്കുന്നത് ലത്താഫന്റെ ഒക്കെ മിക്ക പെർഫ്യൂംസും കോപ്പി കാറ്റ്സ് ആണ്. ജസ്റ്റ് ആ ബോട്ടിലടക്കം അതുപോലെ കോപ്പി അടിച്ച് വെക്കും. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാല് ഈ എന്തൊരു പെർഫ്യൂം ഇറക്കിയാലും അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ബോട്ടിൽസ് ചൈനയിൽ നിന്ന് കിട്ടും. അപ്പൊ ചൈനയിലെ ഒരു കമ്പനി ആയിട്ട് ടൈപ്പ് ആവും. ഒരു 2 ലക്ഷം ബോട്ടിൽ അല്ലെങ്കിൽ ഒരു 5 ലക്ഷം ബോട്ടിൽ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ബോട്ടിൽ വാങ്ങിക്കുന്നു, പ്രിന്റ് അടിക്കുന്നു, പെർഫ്യൂം ആക്കുന്നു, കയറ്റി വിടുന്നു. പാക്കിംഗ് കോസ്റ്റ് വളരെ മിനിമൽ പാക്കിങ്. ബോട്ടിലിന് അവിടെ ഡിസൈനിങ്ങിന് കോസ്റ്റ് ഇല്ല, ഒന്നുമില്ല. ആകെ പ്രിന്റ് അടിക്കുന്ന കോസ്റ്റുകൾ. ആ ബോട്ടിൽ ചൈനയിൽ നിന്ന് വരുത്തിക്കുന്നു. അതിൽ ഈ സാധനം ഫില്ല് ചെയ്യുന്നു. ഈ ഫില്ല് ചെയ്ത സാധനം തന്നെ സിന്തറ്റിക് ഇൻഗ്രീഡിയൻസ് ആണ്. സിന്തറ്റിക് ആണെന്ന് കരുതി അത് മോശമൊന്നുമല്ല, അത് കോസ്റ്റ് കുറവാണ്. കോസ്റ്റ് എത്രയും കോസ്റ്റ് കുറഞ്ഞിട്ട് ഈ സാധനങ്ങൾ കിട്ടുന്നു. പിന്നെ എന്താ പറയാ, ബോട്ടിൽ ചെയ്യുന്നു, പാക്ക് ചെയ്യുന്നു. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് നോർമലി വലിയ മാസ് മാർക്കറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓരോരോ രാജ്യത്ത് അതിൻ്റെതായ ഡിസ്ട്രിബ്യൂട്ടേഴ്സും സെല്ലേഴ്സും ഉണ്ടാവും. അവർക്ക് ഈ സാധനങ്ങൾ കൊടുക്കുന്നു, സെയിൽ ചെയ്യുന്നു. തുച്ഛമായ പൈസ കൊണ്ട് അവർ കാര്യങ്ങൾ നടത്തും. അതാണ് ഇത് രണ്ടും തമ്മിൽ ഒരു വലിയൊരു ഡിഫറൻസ്. കാരണം അവിടെ അവർക്ക് മാർക്കറ്റ് സ്റ്റഡി നടത്തേണ്ട കാര്യം മറ്റുള്ളതൊന്നുമില്ല. അവർ വെക്കുന്നത് ഇത് ഇന്നതിന്റെ എന്താ പറയാ, അവരെ ഐഡന്റിറ്റിയിലല്ല അവർ വെക്കുന്നത്, വേറൊരു സാധനത്തിന്റെ ഐഡന്റിറ്റിയിലാണ് വെക്കുന്നത്. അതായത് ബ്ലൂ ഡി ഷനലിന്റെ ഇൻസ്പയർഡ് ആയിട്ട് വേറൊരു ബ്ലൂ ഡി വേറെ എന്തെങ്കിലും ഒരു പേര് കൊടുത്തിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ബോക്സ്, ഒരു ബോട്ടിൽ, അങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആ മാർക്കറ്റ് മറ്റുള്ള കാര്യങ്ങളും ഇതിലേക്ക് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ആകെ ചെയ്യേണ്ടത് കുറച്ച് പ്രൊമോട്ടേഴ്സിനെ കാണുക, ഓരോരോ
രാജ്യത്തുള്ള പ്രൊമോട്ടേഴ്സിനെ കാണുക, ടൈപ്പ് ആവുക, അവർ ത്രൂ ഇത് മാർക്കറ്റ് ചെയ്യുക. ഇതൊരു ബ്ലൂ ഡി ഷനൈൽ ഇൻസ്പയർഡ് വേർഷൻ ആണ് എന്ന് പറഞ്ഞു കൊടുത്താൽ ബ്ലൂ ഡി ഷനൈലിന്റെ ഒരു ചീപ്പർ ഓൾട്ടർനേറ്റീവ് നോക്കുന്നവർക്ക് പിന്നെ കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു സാധനമായിട്ട് അതവിടെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം. അതുകൊണ്ടാണ് കോസ്റ്റിൽ ഇത്ര അധികം ഡിഫറൻസസ് വരുന്നത്. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതല്ലാത്ത റീസൺസ് ഉണ്ടാവാം. മുമ്പൊരിക്കൽ ജെർമി ഫ്രാഗ്രൻസിന്റെ ഒരു വീഡിയോയില് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഹൗ മച്ച് എ ബോട്ടിൽ ഓഫ് പെർഫ്യൂം കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കാൽക്കുലേഷൻസ്. പെർഫ്യൂം ക്യാപ്പ് ഇത്ര $, പെർഫ്യൂം ബോട്ടിൽ ഇത്ര $, പെർഫ്യൂം ജ്യൂസ് ഇത്ര $, ദാറ്റ് മച്ച് ഉള്ളി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞ് ഈ ജെർമി അവസാനം സ്വന്തം പെർഫ്യൂം വിൽക്കുന്നത് ഒരു ബോട്ടിലിന് ഡിയോർ സവാഷിനേക്കാളും പ്രൈസ് കൊടുത്തിട്ടാണ്. സോ സ്വന്തം കാര്യത്തിലേക്ക് വരുമ്പോൾ ആള് കോലം മാറി. അല്ലെങ്കിലും അന്ന് ആ വീഡിയോ ചെയ്ത സമയത്ത് സ്വന്തം ബ്രാൻഡൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിനും റിസർച്ച് ചെയ്യേണ്ടി വന്നു, പെർഫ്യൂമറെ വെക്കേണ്ടി വന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. ബട്ട് സ്റ്റിൽ അദ്ദേഹം ചെയ്തത് എന്താ വെച്ചാല് സെയിം ബോട്ടിൽ ഡിസൈൻ ആണ്. അപ്പൊ അത് എവിടെന്നെങ്കിലും ആ ബോട്ടിൽ കളക്ട് ചെയ്യുന്നു, അതിന് കളർ ചേഞ്ച് വരുത്തുന്നു, വിൽക്കുന്നു. എന്നിട്ട് പോലും അത്രയും ഒരു ഫാറ്റ് പ്രോഫിറ്റ് അദ്ദേഹം അതിന് ചാർജ് ചെയ്തു. അപ്പൊ അത് സ്വന്തം കാര്യത്തിൽ വന്നപ്പോൾ അത് ഈ പറഞ്ഞ എത്തിക്സ് ഒക്കെ അവിടുന്ന് പോയി. അത് വേറെ കാര്യം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയണത് എന്താ വെച്ചാല് ഇത് ഇത്രയും കോസ്റ്റുള്ള സാധനത്തിനെ ഇമിറ്റേറ്റ് ചെയ്ത് കുറച്ചും കൂടി ഈസിയർ ആയിട്ട് കൊണ്ടുവന്നിട്ട് എല്ലാവരിലേക്കും എത്തിക്കുക. അതാണ് ഈ സംഭവങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം ഇൻസ്പയർഡ് പെർഫ്യൂംസിന് വില കുറയാനുള്ള കാരണങ്ങൾ. That's all about this video. Thanks for watching.